ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന സെമി ഫൈനൽ മത്സരം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തീപാറും മത്സരം നടക്കാൻ പോവുകയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം അന്താരാഷ്ട്ര മത്സരങ്ങൾ നിരവധി കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീമുകളാണ് രണ്ടുപേരും. ഇന്ത്യ ആയാലും ശരി, ഇംഗ്ലണ്ട് ആയാലും ശരി. ലോകോത്തര ബാറ്റ്സ്മാൻമാർ ഒട്ടനവധിയുള്ള ടീമുകളാണ് രണ്ടുപേരും. അതിൽ ഇംഗ്ലണ്ടിലും ലോകോത്തര ബാറ്റ്സ്മാൻമാർ നിരവധിയുണ്ട്. അവർക്ക് അനായാസം ഒരു 200 അല്ലെങ്കിൽ 200-ന് മുകളിലേക്ക് ഒരു സ്കോർ ചെയ്യാനായിട്ട് അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യ വളരെ കരുതിയിരിക്കണം. ഇംഗ്ലണ്ട് ഒരു ചെറിയ ടീമല്ല. അവർ ചില മാച്ചുകളിലൊക്കെ ഫ്ലോപ്പ് ആവുമെങ്കിലും അനായാസം 200-ഓ അതിന് മുകളിലോ സ്കോർ ചെയ്യാനും അത് തിരിച്ച് അടിക്കാനും പവറുള്ള ടീം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലണ്ട് ടീമിലെ ബാറ്റ്സ്മാൻമാർ അല്ലേ, ജോസ് ബട്ട്ലറിനൊക്കെ നമുക്ക് IPL കണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ഒരു ചില മാച്ചുകളിൽ ഫ്ലോപ്പ് ആവുമെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോകോത്തര ബാറ്റ്സ്മാൻ തന്നെയാണ് ജോസ് ബട്ട്ലർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ഏകദേശം ഒരു 1, 2 അല്ലെങ്കിൽ ഒരു 3 ഓവറിനകത്ത് ബുംറയ്ക്കോ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കോ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 200-ന് താഴെ അവരെ പിടിച്ചുകെട്ടാൻ നമ്മൾക്ക് സാധിക്കും. അപ്പം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നിര എന്നെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആർച്ചറായിരിക്കും. അല്ല, ആർച്ചർ ഒരു ലോകോത്തര ബൗളർ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഇന്ത്യക്കാർ സൂക്ഷിക്കേണ്ട ഒരു ബൗളർ ഇംഗ്ലണ്ട് ടീമിനകത്തുണ്ട്. അത് റഷീദാണ്. റഷീദ് അതിഭയങ്കരമായിട്ടുള്ളൊരു സ്പിന്നറാണ്. അദ്ദേഹം നിരവധി വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കെൽപ്പും പവറുള്ള ഒരു ബൗളർ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ടീമിൽ സ്കെച്ച് ഇടുക സഞ്ജു സാംസനെ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അവർക്ക് ഒരുപാട് പ്ലാനിങ് സഞ്ജു സാംസൻ്റെ മുകളിൽ നടത്താൻ ഉള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തും. കാരണം അങ്ങനെ ഒരു പെർഫോമൻസാണ് കഴിഞ്ഞ മാച്ചുകളിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. അപ്പോൾ അതേ ഒരു പെർഫോമൻസ് ഇംഗ്ലണ്ടിൻ്റെ കൂടെ എടുത്താൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ അവരൊരു പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. സൂര്യകുമാർ പറഞ്ഞ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. സൂര്യകുമാർ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യകുമാർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: തിലക് വർമ്മനെ മാറ്റി സഞ്ജു സാംസണെ എടുക്കണോ, ഇല്ലെങ്കിൽ അഭിഷേക് ശർമ്മനെ മാറ്റി സഞ്ജു സാംസണെ എടുക്കണോ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അത് പറഞ്ഞ രീതിയിലാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് അന്ന് ഈ 3 പേരും തന്നെ, സഞ്ജു സാംസൺ ആയാലും ശരി, തിലക് വർമ്മയായാലും ശരി, അഭിഷേക് ശർമ്മ ആയാലും, ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന എല്ലാവരും അവർക്ക് ഒരു വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാ ക്രിക്കറ്റ് പ്ലെയറിനുള്ള ഒരു കാര്യമാണ്. ഒരു ലോകകപ്പ് മത്സരിക്കണം, അതിലൊരു ഫോമിലേക്ക് എത്തണം എന്നുള്ള കാര്യം എല്ലാ പ്ലെയറിൻ്റെയും ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ തിലക് വർമ്മനെ മാറ്റിയാലും ശരി, അദ്ദേഹത്തിനും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ അഭിഷേക് ശർമ്മനെ മാറ്റിയാലും അദ്ദേഹത്തിനും ഒരുപാട് ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരിൽ ആരെ ഞാൻ മാറ്റും? കാരണം സഞ്ജു സാംസൺ അന്ന് ഈ 3 പേരും ഒരേ ഈക്വൽ ഫോമിലാണ് അന്ന് ഉണ്ടായിരുന്നത്. സഞ്ജു സാംസൺ അതിന് ശേഷമാണല്ലോ നമുക്ക് വെസ്റ്റ് ഇൻഡീസിനോട് സ്കോർ അടിച്ചത്. അത് കണക്കിലെടുത്തായിരിക്കണം സൂര്യകുമാർ യാദവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക: അഭിഷേക് ശർമ്മനെ മാറ്റി ഞാൻ സഞ്ജുവിനെ എടുക്കണോ, അല്ലെങ്കിൽ തിലക് വർമ്മനെ മാറ്റി ഞാൻ സഞ്ജുവിനെ ഉൾപ്പെടുത്തണോ എന്ന് ചോദിക്കാനുള്ള ഒരു കാരണം. പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതി, പറഞ്ഞു കഴിഞ്ഞ ഒരു ചിരി ചിരിച്ചതിലാണ്, ഒരു കളിയാക്കുന്ന തരത്തിലേക്ക് ആ ചിരി വന്നതുകൊണ്ടാണ് വേറൊരു ട്രോൾ തരത്തിലേക്ക് അത് പോയത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: ഇതിൽ ആരെ മാറ്റണം ഞാൻ? അപ്പോൾ എല്ലാ 3 പേരും ഈക്വൽ ഫോമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് സഞ്ജുവിനെ എടുക്കണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അത് ചോദിച്ചതിൽ തെറ്റില്ല, ആ പറഞ്ഞ ശൈലിയിലാണ് വ്യത്യാസം. അപ്പോൾ ആ രീതിക്ക് എടുത്താൽ മതി, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ബുംറയടങ്ങുന്ന ഇന്ത്യൻ ബൗളിംഗ് നിര, ആ ബൗളിംഗ് നിരയുടെ മുന്നിൽ ഇംഗ്ലണ്ട് ടീമിന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് വിയർക്കേണ്ടി വരും. കാരണം ബുംറ എന്ന് പറയുന്ന ലോകോത്തര ബൗളർ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്താതെ ഇരുന്നിട്ടുള്ള മത്സരങ്ങളേ ഇല്ല. എല്ലാ കളിയിലും വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഒരുപാട് വലിയ താരങ്ങളെ, ഒരുപാട് അന്താരാഷ്ട്ര മത്സരം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെ പോലും മുട്ടുമടക്കിയിട്ടുള്ള ബൗളിംഗാണ് ബുംറയുടേത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സെമി ഫൈനലിലും ആ ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബുംറയടങ്ങുന്ന ഇന്ത്യൻ ടീമിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇംഗ്ലണ്ട് ടീമിനൊന്ന് വിയർക്കേണ്ടി വരും. കാരണം ഇംഗ്ലണ്ട് ടീമിലും നിരവധി ലോകോത്തര ബാറ്റ്സ്മാൻമാരുണ്ട്. എങ്കിൽ പോലും ബുംറയുടെ മുന്നിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് വിയർക്കേണ്ടി വരും. ടീമിൽ ഒരാളെങ്കിലും ഫോം ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 200 എന്ന സ്കോർ അനായാസം അവർ താണ്ടി പോകും. ഫസ്റ്റ് ബാറ്റിംഗാണ് അവർക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരു 200 എന്നുള്ള സ്കോറിന് അപ്പുറം പോവുകയാണെങ്കിൽ
അത് ഇന്ത്യക്ക് ഒരു പ്രഷർ തന്നെയായിരിക്കും. എന്നിരുന്നാൽ പോലും ഇന്ത്യയിലും തിരിച്ചടിക്കാനുള്ള പവറും കെൽപ്പുള്ള ഒരുപാട് ബാറ്റ്സ്മാൻമാരുണ്ട്. നമ്മൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് സഞ്ജു സാംസൻ്റെ ഒരു തിരിച്ചുവരവ്. അത് ഒരുപാട് ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ആയാലും തിലക് വർമ്മയായാലും എല്ലാവരും തന്നെ ഒരു ഫോമിലേക്ക് നമ്മൾ കഴിഞ്ഞ മാച്ചിലെല്ലാം കണ്ടതാണ്. ചെറിയ ചെറിയ സ്കോറുകളാണെങ്കിലും അവർ ആ നിർണായക ഘട്ടങ്ങളിൽ അടിച്ച് നമ്മുടെ സഞ്ജു സാംസൺ ഒപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് ആ മാച്ച് 196 എന്ന സ്കോർ നമുക്ക് അനായാസം മറികടക്കാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ടീമിൽ ചില ബാറ്റ്സ്മാൻമാർ ഫോം ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 200 എന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ബുംറയുടെ ആ ഒരു ലോകോത്തര ബൗളിംഗ് ഉള്ളത് തന്നെ അവർക്കൊരു പേടിയാണ്. അത് തന്നെ ആയാലും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന തീപാർ മത്സരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രണ്ട് ടീമുകളും ലോകോത്തര ബാറ്റ്സ്മാൻമാരുമാണ്. രണ്ട് ടീമുകൾക്കും ഇഞ്ച് പോരാട്ടം നടത്താനുള്ള കെൽപ്പും കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര സ്കോർ ആയാലും ശരി അത് തിരിച്ചടിക്കാനുള്ള പവർ രണ്ട് ടീമുകൾക്കുണ്ട്. ഒരുപക്ഷെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടി ഇംഗ്ലണ്ടാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 200 മുകളിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള പവർ ഇന്ത്യൻ ടീമിനുണ്ട്. അവർ എത്ര തന്നെ അടിച്ചാലും ശരി, 250 ആയാലും ശരി, 200 ആയാലും ശരി, 200 മുകളിലായാലും ശരി, അത് തിരിച്ചടിക്കാനുള്ള പവർ ഇന്ത്യൻ ടീമിനുണ്ട്. ആര് ഫൈനലിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ ഇന്ത്യ വീഴ്ത്തിയിരിക്കും. ഇന്ത്യ ഫൈനലിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് നേരുകയാണ്. കാരണം ബുംറ അടങ്ങുന്ന ലോകോത്തര ബൗളർമാർ അടങ്ങുന്ന ടീമാണ് ഇന്ത്യയുടേത്. എത്ര തന്നെ അടിച്ചാലും എത്ര തന്നെ സ്കോർ ചെയ്താലും അത് തിരിച്ചടിക്കാനുള്ള പവർ ശേഷി ഇന്ത്യക്കുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും. ഫൈനലിലേക്ക് കടക്കും ഇന്ത്യ. ഫൈനലിൽ ഇന്ത്യ വിജയിച്ച് വരട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീണ്ടും നമുക്ക് ഫൈനൽ കഴിഞ്ഞ ശേഷമുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.